ഉം. ഉം. നീയും എന്നോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ദൈവത്തിരജനമേ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് കഷ്ടം സഹിക്കുവാനാണെങ്കിൽ 2026 ചില കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവരാണെങ്കിൽ നമ്മൾ എത്ര പേർക്ക് അത് സ്തോത്രം പറയാനായിട്ട് എടുക്കുവാനിടയായി തീരും. സ്തോത്രം. അതാരും പറഞ്ഞ് പേടിപ്പിക്കുവാനല്ല, ദൈവം അതിൻ്റെ മുദ്രത്താണെന്ന്. ഇവിടെ നമ്മൾ ഈ തീമോഥെയോസിൻ്റെ ലേഖനം പഠിച്ചു വരുമ്പോൾ മുഖവരകളൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. അവിടെ നമ്മൾ അതിൻ്റെ 3 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുണ്ട്. എന്നറിയാമോ? എൻ്റെ പ്രാർത്ഥനയെ നിന്നെ ഓർക്കുമ്പോൾ സ്തോത്രം പറയാൻ വഴിയുണ്ട്. സ്തോത്രം പറയാൻ വഴിയുണ്ട്. സ്തോത്രം. അത് മാത്രമല്ല, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് അറിയുമോ? നിന്റെ വലിയമ്മയിൽ എന്തുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് മാത്രമല്ല, നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് പറയുന്നു, അടുത്തതായി പറയുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാനത് ഉറച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള കൃപാവരം എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഇന്നിപ്പോൾ രാത്രി പകൽ സമയം ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം പകർന്നിരിക്കുന്ന കൃപാവരം ജ്വലിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ തയ്യാറാകണം. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് കൃപാവരം ഇല്ലെന്ന്. പറയാൻ പറ്റുമോ? പ്രാർത്ഥന എന്ന കൃപാവരം ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടെന്ന്. നോക്കി, അവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചുകൊണ്ട് എൻ്റെ കൈവയ്പിനാലുള്ളതായ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം, മനുഷ്യൻ്റെ അല്ല, ദൈവത്തിന്. എന്നിട്ട് പറയുന്നു, എന്താണ് നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവെന്നാണ്. എന്താണ്? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. സ്തോത്രം. പിന്നെന്താ? നമ്മൾ വായിച്ച് എന്താ പറയുക? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ആര് തന്നിരിക്കുന്നത്? ദൈവം തന്നിരിക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എനിക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവ് സാധാരണ ആത്മാവല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണെങ്കിൽ ആത്മാവ് കൊണ്ട് പലതും ചെയ്തെടുക്കുവാനായി കഴിയും. ഒരിക്കൽ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ദാവീദ് ഫെലിസ്ത്യർക്ക് നേരെ ചെല്ലുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്. ഫെലിസ്ത്യൻ ആരാണ്? ശക്തിമാനാണ്, ആയുധബലമുള്ളവനാണ്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. പലരും ജ്യേഷ്ഠന്മാർ ശക്തരായി നിൽക്കുമ്പോഴും ഫ്രൈസോ അവരുടെ ഉള്ളിൽ ആത്മാവില്ലാതുകൊണ്ട് ഒരു പകച്ചു നിൽക്കുക. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവന്റെ നിമിത്തം ആരും ഭയപ്പെടേണ്ട കാര്യം, ഞാൻ അവനെ തോൽപ്പിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകരം ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് തോൽപ്പിക്കാനുണ്ടെങ്കിൽ നമ്മളിൽ പകർക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത്ര പേർക്ക് സ്തോത്രം പറയാൻ ഇടയായി. നമ്മളിൽ പകർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം, അവിടെ ജയിക്കുന്നു. നമുക്കറിയാം, ബാലനാണെന്ന് പറഞ്ഞ് നീ വടിയുമായി എന്നെ നേരെ വരുന്നത് പറഞ്ഞ് പരിഹാസത്തിന്റെ വാക്കുകൾ പറയുമ്പോഴും ദാവീദിന് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ മേൽ വീണ്ടിരിക്കുന്ന അഭിഷേകം സാധാരണ അഭിഷേകമല്ല, പിന്നെ മറിച്ചെന്ത് ചെയ്യാമോ? ഈ വലിയ ഫെലിസ്ത്യനെ തകർക്കാനുള്ള ശക്തി എൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് ഞാൻ പ്രാപിച്ചു. വരുന്നറിയാമോ? ശക്തിയുടെ ആത്മാവിനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞു വരണം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ സാക്ഷി പറഞ്ഞല്ലോ, എന്റെ മേൽ വ്യാപരിച്ചതായ ദൈവകൃപ കൊണ്ട് എന്റെ രോഗത്തിന്റെ അവസ്ഥകൾ മാറാനിടയായി തീർന്നത് എന്തുകൊണ്ടാ? പ്രാർത്ഥനയുടെ ശക്തിയല്ലേ? മരുന്നിന്റെ ശക്തിയാണോ? അല്ലവേ അല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നോക്കണം. സ്വന്തം ഏകത്തിൽ ഞാൻ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പം വെളിച്ചപ്പാടത്തക്കാരിയായ സ്ത്രീ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അറിയാമോ? ഇതാ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ. കാര്യം ശരിയാ ഇല്ലേ? അവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ തന്നെയാ. പ്രൈസലോ. രക്ഷാമാർഗം അറിയിക്കുന്നവരാ. ദൂത് കറക്റ്റാ. എന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ, ദൂത് കറക്റ്റാ. പക്ഷെ എന്തറിയാവോ? ആത്മാവ് കറക്റ്റല്ല. സ്തോത്രം. ഇന്ന് പകരം ഓർക്കണം, ദൈവം എല്ലാം ദൂതും കറക്റ്റാണെന്ന് പറഞ്ഞ് പോകരുത്. സ്തോത്രം. പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് അവളിലുള്ള ഭൂതത്തെ എന്ത് ചെയ്യാമോ? ശാസിച്ചു. എന്തുകൊണ്ട് ശാസിക്കാൻ? ഒന്ന്, ഞന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. 2, സുബോധത്തിന്റെ ആത്മാവാണ്. എല്ലായിടത്തും കയറി ശാസിക്കാനല്ല പറയുന്നത്. സ്തോത്രം. എന്നിൽ പറയുമ്പോൾ പറയാമായിരുന്നു, ഞങ്ങളുടെ ഇത്ര മാത്രം നല്ല ദൂത് പറയാൻ കഴിവുള്ളവളാണല്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥാനക്കയറ്റം കൊടുക്കുകയില്ലെന്ന് മറിച്ചു നിന്നുമ്പോൾ അവളിലുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ പൗലോസിനും ശീലാസിനും ലഭിച്ചത് കാരാഗ്രഹമായിരുന്നെന്ന്.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതൽ നാം നിൽക്കുമ്പോൾ, ശക്തിയോടെ ഓടൊന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിലപ്പോൾ കാരാഗ്രഹം പോലെയുള്ള അനുഭവങ്ങളായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, പൗലോസിനും ശീലാസിനും കിട്ടിയത് വേദനപ്പെടുന്ന, അല്ലെങ്കിൽ അടിച്ച് മുറിവേൽപ്പിച്ച് കാരാഗ്രഹത്തിനകത്തിടുമ്പോൾ അവര് പറഞ്ഞില്ല എന്തിനാ അതിന് പോയെന്ന് പറഞ്ഞു, അവർ വെറുത്തില്ല. മറിച്ച് എന്ത് ചെയ്യുമോ, അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, പൗലോസേ, ശീലാസേ, നമ്മൾ ഈ പകർന്നു നിൽക്കുന്ന ശക്തി എന്താണ്? ശക്തിയുടെ ആത്മാവാണെങ്കിൽ, സ്നേഹത്തിന്റെ ആത്മാവാണെങ്കിൽ, സുബോധത്തിന്റെ ആത്മാവാണെങ്കിൽ ഈ കാരാഗ്രഹത്തിനുള്ളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്കൊന്ന് പാടാം. എന്താ കാര്യം? ആമേൻ. നമ്മളിൽ പകർക്കുന്ന ആത്മാവ് ഇതൊന്നും കണ്ട് ഭയപ്പെടത്തില്ലെന്ന് പറഞ്ഞ് അവര് പാടാൻ തുടങ്ങിയപ്പോൾ എന്ത് അറിയാമോ? ഹല്ലേലൂയ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഏത് അടിസ്ഥാനം കുലക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ, ആമേൻ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ആമേൻ, പ്രൈസ് ദി ലോർഡ്, അടിസ്ഥാനങ്ങൾ കുലുങ്ങാതെ ഉറപ്പോടെ നിൽക്കുമ്പോൾ, ആമേൻ, എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി, ഓ ശാരാബാന, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീരുത്വത്തിന്റെ ആത്മാവിനെ എല്ലാം നമ്മൾ പ്രാപിച്ചു. കാരണം എന്ത് ചെയ്യുമോ? ആമേൻ, പ്രൈസ് കർത്താവിന്റെ ദാസൻ സൗദിയിൽ നിന്ന്, കർത്താവിന്റെ ദാസൻ ഇവിടെ ഉണ്ടല്ലോ, ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഒരുമിച്ച് സൗദി, ഞങ്ങൾ പലയിടങ്ങളിൽ ദൈവത്തെ ആരാധിച്ചു, ആരാധന നടത്തിയവരായിരുന്നു. പക്ഷെ അറിയാമോ, അവിടെ ഒരു ആരാധന നടത്തണമെങ്കിൽ ഇന്നത്തെ പോലെയല്ല, അന്നൊക്കെ ഒരു ആരാധന നടത്താൻ വേണമെങ്കിൽ വളരെ ഭയത്തോടായിരുന്നത്, സ്തോത്രം. എന്നാൽ ആ നിയമം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തോ, നമുക്ക് ആരാധിക്കാം. എങ്ങനെ? റൂമെല്ലാം അടച്ചു സീൽ ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഒരു ഹോളിമ്പൽ അടിക്കുമ്പോൾ പൈസ ഭയമുള്ളിൽ വരും. എന്നാലൊരു കാര്യമുണ്ട്, എന്റെ ദൈവം മതിയായവനാണെന്ന് പറഞ്ഞ് ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചതായിരുന്നു. പക്ഷേ തമ്പുരാൻ അവിടെ നല്ല വിടുവിച്ച കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അടുത്ത വാക്ക് എന്താ പറഞ്ഞേ? വാതിലൊക്കെ തുറന്നെന്ന്. ഇന്ന് പകൽ ആമേൻ, ഈ പതിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഏത് തുറക്കാത്ത വാതിലും ആമേൻ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് തുറന്നു കിട്ടുമെന്ന്. ആമേൻ. ഈ 2026 ആമേൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ വാതിലുകൾ തുറന്നു വരുന്നു വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാൻ ഏറ്റെടുക്കുവാൻ എത്ര പേർ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കുന്നത് കാണാൻ കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആർക്കും തുറക്കാൻ പറ്റാത്ത വാതിലുകൾ എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയെ തുറന്നെങ്കിൽ നോക്കട്ടെ, പൗലോസും ശീലാസും തുറക്കാൻ വേണ്ടി അല്ല അവർ പാടിയത്, അവർ തുറക്കാൻ വേണ്ടി അല്ല അവർ പ്രാർത്ഥിച്ചത്. ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥന ആരംഭിച്ചപ്പം ഏത് വാതിലും തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ശക്തിയോടെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പകൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ദൈവം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ചില വിടുതലുകൾ മുമ്പിൽ കണ്ടുകൊണ്ടല്ലേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും നോക്കിയാണ് അവിടെ ഒരു ഭാഗം നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തറിയാമോ, അടുത്ത ഭാഗം നമ്മളിങ്ങനെ വായിച്ചു വരുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. ഹല്ലേലൂയ. വാതിലൊക്കെ തുറന്നിട്ട് എല്ലാവരും ഓടിപ്പോ എന്ന് കണ്ടിട്ട് ആമേൻ 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 കാരാഗ്രഹ പ്രമാണി എന്തറിയാമോ, അവന് ഓടിപ്പോകാനല്ല ആഗ്രഹിച്ചത്. എന്തറിയാമോ, ആമേൻ തന്നെത്താൻ ഹല്ലേലൂയ അവൻ മരിക്കാൻ തയ്യാറായി, ആത്മഹത്യക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മളാണെ പറഞ്ഞെങ്കിൽ അവൻ ചാകട്ടെന്ന് പറഞ്ഞേനെ, ഇല്ലയോ? പ്രൈസ്. എന്നാ പൗലോസ് പറഞ്ഞതറിയാമോ, നിനക്കൊരു ദോഷവും ചെയ്യരുത്. കാര്യം എന്താണെന്നറിയാമോ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണെങ്കിൽ ഹല്ലേലൂയ അവര് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന്. സ്തോത്രം. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കണേ, ആരകത്തോട്ട് കെറ്റിട്ടോ അവൻ പുറത്തോട്ട് വന്നു. ഞങ്ങൾ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചൊടുമ്പോൾ പ്രൈസുള്ളൂ, അവൻ യേശു കർത്താവിന്റെ നാമത്തിൽ അവർ സ്നാനപ്പെട്ട് സഭയായി അവൻ കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മൾ ഈ പകർന്നിരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവ് ജയത്തിന്റെ ആത്മാവാണെങ്കിൽ, ഞാൻ ഇന്ന് വീണ്ടും ഓർപ്പിക്കട്ടെ, അന്യഭാഷ പറയാനുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. സമയം നമ്മുടെ മുമ്പിൽ ഓടിക്കൊണ്ടേയിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ജോർജ്, ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ, ഒരാൾക്ക്
1 മണി വരെ പ്രസംഗിക്കാൻ സമയം കൊടുത്തു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രസംഗിച്ച് കൊടുത്ത് 1 മണി വരെ കൊടുത്തെങ്കിലും 12:15 വരെ അദ്ദേഹം വേറെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാമെന്ന്. ആമേൻ. ഉടനെ ഞങ്ങളുടെ സെൻട്രൽ ഭാഷ പറഞ്ഞു ഇനി എത്ര ആഴത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, 1 മണിയാകുമ്പോൾ ഇങ്ങനെ കയറി വരണമെന്ന്. സ്തോത്രമില്ല. കാര്യം ഇവിടെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരുണ്ട്, അതുകൊണ്ട് 1 മണിക്ക് തന്നെ കയറി വരണമെന്ന്. പ്രൈസില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ എനിക്ക് സമയം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗത്തിൽ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേ. നമുക്ക് നമ്മളിപ്പോൾ ആരംഭത്തൊണ്ടേ നമ്മൾ ബൈബിൾ ക്ലാസ് മുതലേ ഇവിടെ എന്തോന്നിയോ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആമേ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഓരോന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര ആഴമാണെന്നറിയാമോ? ഫ്രൈസല്ലോ. അവസാനത്തെ ആഴത്തിലേക്ക്, അവസാനത്തെ 2 അന്യഭാഷ പറയുന്ന ആരാധനയല്ല ഇവിടെ നമുക്ക് പറയേണ്ടത്. ആരംഭം മുതലേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ മക്കൾക്ക് അതിൻ്റെ മാഹാത്മ്യം അനുഭവിക്കാനിടയായി തീർന്ന സ്തോത്രം. പ്രൈസ്തലോ. ഒരു ഭാഗം കൂടെ പറയട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഭാഗം നമുക്കറിയാല്ലേ? ആമേൻ. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ എവിടെ കൊണ്ടിരുന്നു? ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്ക് കൊണ്ടിരുത്തും അല്ലേ? ഇരുത്തുന്നതിന് വേണ്ടിയാ? ഭിക്ഷ യാചിക്കാൻ വേണ്ടി, പ്രഷ യാചിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുമ്പോൾ ആമ കുടുംബക്കാരാണോ ആരാണ് അവർക്ക് വന്നുകൊണ്ട് ആദായമുണ്ട്. സ്തോത്രം. ആമേ. ഇരുത്തിക്കളഞ്ഞ വിഷയത്തിന് മേൽ സ്തോത്രം. പൗലോസും ശീലാസും കടന്നു വരുമ്പോഴും അവരോടും ചോദിച്ചെന്തറിയാമോ? വല്ലോം തരണമെന്നാ ഇല്ലേ? സ്തോത്രം. എന്നാൽ ആമേൻ പൗലോസും ശീലാസും പറഞ്ഞൊരു വാക്കുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരല്ല, ലോകത്തിലെ ഒന്നും ഞങ്ങൾക്ക് തരല്ല, എന്നാൽ ഞങ്ങളിൽ പകർക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ ഈ 2026 ചെറിയ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് നമുക്ക് എത്ര പറക്കുവാൻ കഴിയാൻ സ്വത്രം. ഓറാ ശാന്തനാദിയ. ഹല്ലേലൂയ. ആമേശ്വരന്റെ കൈക്ക് പിടിച്ച് എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയാത്ത ചിലതിനെ ആമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആലയത്തിന്റെ വാതിൽ ഇവനും കാണരുത്, ആലയത്തിലെ നന്മ ഇവൻ അനുഭവിക്കരുത്, ഇവനൊരിക്കലും ആലയത്തിൽ കയറാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയപ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് വാക്യം. ഞാൻ പറഞ്ഞു വിടാൻ മക്കളെ, എന്തറിയാമോ? അവൻ നടക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് എവിടേക്ക് പോയി? ആലയത്തിലേക്ക് പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എത്ര പേര് വിശ്വസിച്ചു സ്വത്രം പറയും? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആലയൊക്കെ പുതുക്കി പണിയാൻ പോകുകയെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സ്വത്രം പറഞ്ഞാൽ പറ്റത്തില്ല. കാര്യം അറിയാമോ? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് മുൻപോട്ട് കാഴ്ചയോട് വയ്ക്കുന്ന ദൈവം പറയണം. ഹല്ലേലൂയ. എന്തറിയാമോ? അവൻ നടക്കുന്നത്. ആര് നടക്കുന്നത്? ലോകം പറഞ്ഞവൻ നടക്കത്തില്ലെന്ന്, അവൻ ചുറ്റുപാടുകൾ പറഞ്ഞവൻ നടക്കത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു അവൻ നടക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുന്നു. ആര് കണ്ടു? ജനമൊക്കെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കട്ടെ. അവൻ ലോകം വിധി എഴുതി പറഞ്ഞു ഇവൻ ഇനി ില്ലെന്ന്, ഇവൻ ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുമെന്ന് ഈ രാത്രി പകൽ സമയം വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. ലോകം വിധി എഴുതി തള്ളിയതിനെ ദൈവം അകത്തേക്ക് കൊണ്ടുവരുമെന്ന്. നിന്റെ തലമുറ അകത്ത് വരരുതെന്ന്, ആമേൻ, നിന്റെ തലമുറ ഈ ആലയത്തിന് നന്മ കാണരുതെന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയ ചില വിഷയത്തിന്റെ മേൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആലയത്തിൽ വന്നാൽ ഇവൻ നന്മ അനുഭവിക്കും, ആലയത്തിൽ വന്നാൽ അവൻ വിടുതൽ അനുഭവിക്കും. ഇത് മനസ്സിലാക്കി അവനെ ആലയത്തിന്റെ ഗോപുരവാതിക്കൽ കൊണ്ടിരുത്തിയ ശക്തിയെ പൗലോസും ശീലാസും ആമേ പ്രൈസ് കൈക്ക് പിടിച്ച് ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ ആമേ പൗലോസിനും ശീലാസിനും പറയാമേ, പത്രോസിനും യോഹന്നാനും പറയണം, ഒന്നേ ഉള്ളൂ, ഞങ്ങളിൽ പകർന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണെങ്കിൽ കർത്താവിന്റെ ദാസരെ ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാൻ കഴിയണം, ചിലതിനെ കൈക്ക് പിടിച്ച് ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അവൻ ലോകം വിധി എഴുതി തള്ളിയതിനെ അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ് സകലത്തിനെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്തണമല്ലോ. ഇന്ന് നമുക്ക് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കണ്ട് ജനമൊക്കെയും കൂടി വന്നിട്ട് പറഞ്ഞു അവർ അല്ലെങ്കിൽ സംസാര വിഷയമായി വന്നപ്പോൾ പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഇത് നടന്ന് നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ.
ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയാൽ ഇത് നടത്തിയെങ്കിൽ ഇന്ന് പകൽ പുതിയ നിയമസഭയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഈ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, ലോകത്തിലെല്ലാവരും പറഞ്ഞു കാണുമായിരിക്കാം ഇനി ആ വ്യക്തി എഴുന്നേൽക്കത്തില്ലെന്ന്, അവൻ ഈ ആലയത്തിൽ വരുത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് ശക്തമായി വിളിച്ചു പറയുന്നു, അവൻ നടക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സഭ കാണുമെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ആലയത്തിൽ വന്നെങ്കിൽ ഇന്ന് പകലും തുള്ളിയും ചാടിയും കൊണ്ട് ഈ ദിവസങ്ങൾ ചിലതിനെ ദൈവം കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന, ജീവനില്ലാതെ കിടക്കുന്ന അസ്ഥിക്കുമ്പാരങ്ങളെ കണ്ടുകൊണ്ട് എസെക്കിയേലിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എസെക്കിയേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എസെക്കിയേൽ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയായ കർത്താവേ നീ അറിയുന്നു. സ്തോത്രം. എസെക്കിയേലിനോട് ദൈവം പറഞ്ഞത്, എസെക്കിയേൽ ഞാൻ നിന്നോട് പറയുന്നത് പോലെ നീ പ്രവചിക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കും വേണ്ടാതെ ജീവനില്ലാതെ കണ്ട് വേറിട്ട് കിടക്കുന്ന ഈ അസ്ഥി കുമ്പാരങ്ങളുണ്ടല്ലോ, യോജിക്കേണ്ട ഭാഗത്തേക്ക് യോജിക്കുവാനിടയായിത്തീരും. ഓ, ഹല്ലേലൂയ. ആമേൻ. ജീവനില്ലാതെ കിടക്കുന്ന ഈ അസ്ഥി കുമ്പാരങ്ങളുണ്ടല്ലോ, എവിടെയൊക്കെ യോജിക്കാനുണ്ട് അവിടെയൊക്കെ യോജിച്ചു വരുന്നത് ഇന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് പറ. ചിലത് യോജിക്കുന്നത് കാണുവാൻ, ഹല്ലേലൂയ, ആമേൻ, കടന്നു വരുന്നത് ജീവന്റെ വ്യക്തികളായി കടന്നു വരുന്നത് കാണുവാൻ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം തയ്യാണ്. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിലും അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തട്ടെ. ഹല്ലേലൂയ. അവൻ നടക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആര് കണ്ടു? ജനം കണ്ടെങ്കിൽ. ഇന്ന് പകലാം നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് വിടുതേറ്റ് കടന്നു പോകുമ്പോൾ അടുത്ത ദിവസങ്ങൾ നമ്മൾ സാക്ഷി പറയണം. അവൻ ലോകം വിധി എഴുതിയതിനെ ദൈവാലയത്തിൽ കൊണ്ടുവരും. അവൻ സ്തുതിക്കുന്നത്, അവൻ ആരാധിക്കുന്നത്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അവൻ വൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവിടെ സമയം പ്രിയ സഹോദരൻ സാക്ഷി പറഞ്ഞല്ലോ, ഇവിടേക്ക് വന്നപ്പം പ്രൈസ് ദ ലോർഡ്, ഈ അനുഭവം കണ്ടപ്പം, ഇവിടുത്തെയുള്ള ദൈവജനങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം കണ്ടപ്പം വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് പോലും മനസ്സിലായി, എന്താ അറിയാമോ, എന്നിൽ വന്ന മാറ്റമുണ്ട്. അങ്ങനെ ചിലരെ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കുവാൻ വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെന്താണ്? നമുക്ക് ഒരുമിച്ച് പറയാം, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ ആമ ചില കഷ്ടതയിൽ കടന്നുപോയാലും അവയെ കൂടെ ദൈവം തരുന്ന ഒരു ദൈവമുണ്ട്. അല്ലയോ മകനെ തീമോഥെയോസേ, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഈ ദിവസങ്ങൾ ദൈവസഭയെ നമ്മുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കട്ടെ, പ്രാർത്ഥന ജ്വലിപ്പിക്കട്ടെ, ആരാധന ജ്വലിപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. ആമേൻ. എനിക്ക് എവിടെ വന്നിങ്ങനെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരു അവസരം കൊണ്ട് ദൈവം തന്നല്ലോ. ഇനിയും നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കാണുമോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. എന്ന് നമ്മൾ ഈ പകർന്ന ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. ഇങ്ങനെ അവസരം തന്ന കർത്താവിന്റെ ദാസനോട്, സഭയോട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ഞങ്ങളുടെ എല്ലാവിധമായ ആമേൻ നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വലിയ പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ദൈവം ഞങ്ങളെ ജയത്തോടെ നടത്താൻ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.